ഭയത്തിൽ നിന്ന് വിടുതൽ. യിശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അനേകർ നേരിടുന്ന ഒരു സംഘർഷമാണ് അൺഹെൽത്തി ഫിയർ. ഭയം നമ്മുടെ വികാരങ്ങളുടെ ഭാഗമാകുന്നു. പ്രാണനിൽ നമുക്ക് 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. വികാരങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങളുണ്ട്. സന്തോഷമായിരിക്കണം തലപ്പത്തിരിക്കേണ്ടത്. സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ദുഃഖമുണ്ട്, കോപമുണ്ട്, വെറുപ്പുണ്ട്, ആനന്ദലഹരിയുണ്ട്. ഭയവും വികാരങ്ങളുടെ ഭാഗമാകുന്നു. ഭയം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭൂമിയിലെ പാർപ്പിന് വീഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചതാണ്. തേജസ്സിൽ നിന്ന് മനുഷ്യൻ വീണതിന് ശേഷമാണ് ഭയം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത്. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഭയം ആവശ്യമാണ്. ആരോഗ്യപരമാകുന്ന ഭയം, അതിനെ ഹെൽത്തി ഫിയർ എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയും. അത് നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആകുന്നു. നിലനിൽപ്പിനു വേണ്ടി നമ്മുടെ സംവിധാനത്തിലുള്ള ഒരു കാര്യമാകുന്നു ഭയമെന്ന് പറയുന്നത്. എന്നാൽ ആ ഭയം അൺഹെൽത്തിയായി തീരുകയാണെങ്കിൽ മാനസിക രോഗമായി തീരും. ഇതേപോലെ തന്നെ നിഷേധാർത്ഥകമാകുന്ന എല്ലാ വികാരങ്ങളും, ദുഃഖം അൺഹെൽത്തിയായി തീരുകയാണെങ്കിൽ മാനസിക രോഗമായി തീരും. കോപം അൺഹെൽത്തിയായി തീരുകയാണെങ്കിൽ വലിയ കേടുകൾ ഉണ്ടാക്കും. അതിൽ ഭയം അൺഹെൽത്തിയായി തീരുമ്പോൾ അനേകരുടെ ജീവിതം ഭയത്തിൻ്റെ ആ നിഴലിൽ മൂടപ്പെട്ടു പോകുകയാണ്. അല്ലെങ്കിൽ ഭയത്തിൻ്റെ ആ പുതപ്പിനുള്ളിൽ മൂടപ്പെട്ടു പോകുകയാണ്. അവർക്കതിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ഭയത്തിൻ്റെ കൂടിയ അളവുകളിലേക്ക് ചിലർ പോകുന്നു. വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളവരെ കർത്താവാകുന്ന യേശുക്രിസ്തു പൂർണ്ണമായും സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അനേകം ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഭയപ്പെടേണ്ട 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 എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് കാണുവാൻ കഴിയുന്നു. 91-ാമത്തെ സങ്കീർത്തനം തന്നെ ഭയത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മരുന്നല്ലേ. വേണമെങ്കിൽ 91-ാമത്തെ സങ്കീർത്തനത്തെ ഏറ്റവും നല്ല സൈക്കാട്രിക് മെഡിസിൻ എന്ന് വിളിക്കുവാൻ കഴിയും. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ആ സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ടും 5-ാം വാക്യത്തിൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല. അതൊരു അത്ഭുതകരമാകുന്ന വചനമാകുന്നു. നിനക്ക് പേടിപ്പാനില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ഈ മാതിരിയുള്ള ഭയങ്ങളൊന്നും, അൺഹെൽത്തി ആയിട്ടുള്ള ഭയങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ആക്രമണം നടത്തുകയില്ല, നടത്തേണ്ട കാര്യമില്ല. ഇനിയും അങ്ങനെയുള്ള ആക്രമണങ്ങൾ വരികയാണെങ്കിൽ അവർക്കതിനെ അതിജീവിക്കുവാൻ കഴിയും. ഭയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഭയം, ഞാൻ പ്രഥമ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളുടെ ഭാഗമാകുന്നു. വികാരങ്ങളുടെ ഭാഗമാകുന്നതിനാൽ ഭയം കൂടാതെ നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീണ് വളർച്ചയുടെ ആരംഭ സമയത്ത് തന്നെ 2 ഭയങ്ങൾ ആ കുഞ്ഞിലുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വീഴും എന്ന ഭയം, ശബ്ദം, വലിയ ശബ്ദം, ലൗഡ് നോയ്സ്. ഈ 2 ഭയങ്ങളിലാണ് ആ കുഞ്ഞിൽ ഭയം ആരംഭിക്കുന്നത്. പിന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ വിവിധങ്ങളാകുന്ന ഭയങ്ങൾ സ്വാഭാവികമായും വരും. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ഭയം
സഹായകരമാകുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മുൻപ് മനുഷ്യൻ കാട്ടിലായിരുന്ന സന്ദർഭത്തിൽ, വനത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ മുൻപിൽ ഒരു സിംഹത്തെ കാണുമ്പോൾ പെട്ടെന്ന് തനിക്ക് ഉള്ളിൽ നിന്ന് അറിവ് ലഭിക്കുകയാണ്, അപകടം മുന്നിലുണ്ട്. അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഭയം നൽകുന്നത്. മുൻപിൽ അപകടമുണ്ട്. സിംഹത്തെ ഭയമില്ലെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ നേരെ സിംഹത്തിൻ്റെ അരികിലേക്ക് നടന്നു ചെല്ലും. സിംഹത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അവിടെ ആ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് ഭയം ആ വ്യക്തിയിൽ പ്രകടമാകുന്നത് കൊണ്ടാണ് ആ വ്യക്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തയ്യാറാകും. അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഹെൽത്തി ഫിയർ നൽകി തരുന്നത്. മുൻപിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അടുത്തേക്ക് പോകരുത്. തീ ചിലപ്പോൾ നമ്മുടെ മേൽ കത്തുവാൻ സാധ്യതയുണ്ട്, വസ്ത്രത്തിൻ്റെ മേൽ കത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഭയം നൽകി തരുന്നത്, ഹെൽത്തി ഫിയർ നൽകി തരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ തീക്കരികിലേക്ക് നടന്നങ്ങ് ചെല്ലും, എടുത്തങ്ങ് ചാടും. കൊച്ചുകുട്ടികൾക്ക് അങ്ങനെയല്ലേ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അവർക്കിതൊന്നും ഭയമില്ല. അവരുടെ ഉള്ളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമില്ലാത്തത് കൊണ്ട് ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ ഓടിച്ചെന്ന് ചിലപ്പോൾ അതിനെ അങ്ങ് പിടിക്കും. അല്ലെങ്കിൽ വീട്ടിനകത്തൊരു അട്ട ഇഴഞ്ഞു പോകുന്നത് കാണുകയാണെങ്കിൽ കുട്ടിക്ക് അറിയത്തില്ല, ചെന്ന് അതിനെ എടുക്കും. തീ കാണുമ്പോൾ കുട്ടിക്ക് ഭയമില്ല, ചിലപ്പോൾ കൈ നീട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഹെൽത്തി ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് ഭയമില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തു ചാടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഹെൽത്തി ഫിയർ നമുക്ക് നൽകി തരുന്നത്. എന്നാൽ അത് അൺഹെൽത്തിയായി തീരുമ്പോൾ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടായി തീരും. അത് നമുക്ക് കേടുവരുത്തുന്നതാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ വല്ലാതെ സ്വാധീനിക്കും. ആ ഗുണമേന്മയെ ഇല്ലാതാക്കുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഭയം. വേദപുസ്തകത്തിൽ ഭയം 3 തരത്തിലുള്ള ഭയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യ ഭയം, പിശാചിനെ ഭയം, മരണഭയം. ഈ 3 ഭയങ്ങളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വൈദ്യശാസ്ത്ര രംഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ 500-ലധികം ഭയങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചിലന്തിയെ ഭയം, അതിന് ആർച്ചനോഫോഡിയ എന്നാണ് കാണുവാൻ കഴിയുന്നത്. അക്രോഫോബിയ, അത് ഉയരങ്ങളെ ഭയം. പിന്നീട് ഒപ്പിഫിഡിയോഫോബിയ, ഫിയർ ഓഫ് സ്നേക്സ്, പാമ്പിനെ ഭയം, പട്ടിയെ ഭയം, കാറ്റിനെ ഭയം, ഇഞ്ചക്ഷൻ ഭയം, ഇരുട്ടിനെ ഭയം, വിമാനത്തിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഭയം, വിശേഷിച്ചും വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഭയം. ഇങ്ങനെ തുടങ്ങി ഭയങ്ങളുടെ വൈദ്യശാസ്ത്രപരമാകുന്ന വിശദീകരണങ്ങൾ തേടുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഭയങ്ങളുണ്ട്. ചിലർ പറയുന്ന 7000-ലധികം ഭയങ്ങളുണ്ട് എന്നാണ്. ഇതിലേതെങ്കിലും ഒരു ഭയം ഉള്ളിൽ കയറിയാൽ മതി, ജീവിതത്തിൻ്റെ ഗുണമേന്മ പോയി. ചിലർക്ക് വാഹനം ഓടിക്കുവാൻ ഭയമാണ്, ചിലർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ ഭയമാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ ഭയമായതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകുവാൻ കഴിയുന്നില്ല. ഈ ഭയങ്ങളെയെല്ലാം നമുക്ക് വേദപുസ്തകാടിസ്ഥാനത്തിൽ 3 ഭയങ്ങളുടെ കീഴിൽ കൊണ്ടുവരുവാൻ കഴിയും. ഒന്നാമത് മനുഷ്യഭയം. സദൃശവാക്യം 29-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, സദൃശവാക്യം 29-ന്റെ 25-ാമത്തെ വാക്യത്തിൽ, മാനുഷ ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷപ്രാപിക്കും. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പോകുമ്പോൾ അതിൻ്റെ 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലും കർത്താവ് ഒരു പരാമർശം നടത്തുന്നുണ്ട്. എന്നാൽ എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. മനുഷ്യനെ ഭയപ്പെടേണ്ട എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്.
മനുഷ്യനെ ഭയപ്പെടേണ്ട. മനുഷ്യ ഭയമാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭയം. മറ്റൊന്ന് പിശാചുക്കളെ കുറിച്ചുള്ള ഭയം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 10-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയുമില്ല. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ഈ വചനം വളരെ വ്യക്തമായിട്ട് മനുഷ്യനുള്ളൊരു പ്രധാനപ്പെട്ട ഭയത്തെ കാണിക്കുകയാണ്. പിശാചുക്കളെ മനുഷ്യൻ ഭയപ്പെടുന്നു. ഇനി ഏറ്റവും ഗൗരവമേറിയ ഒരു ഭയമാണ് എബ്രായ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരണഭയം. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഈ മരണഭയത്തിൻ്റെ കീഴിൽ രോഗഭയവും അങ്ങനെയുള്ള സകല ഭയങ്ങളും വരും. ആയിരക്കണക്കിന് ഭയങ്ങളെക്കുറിച്ച് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു. എന്നാൽ ആ ഭയങ്ങളെയെല്ലാം ഈ 3 ഭയങ്ങളുടെ കീഴിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഈ ഭയങ്ങളെ മുഴുവൻ, ഈ അൺഹെൽത്തി ഭയങ്ങളെ മുഴുവൻ കർത്താവാകുന്ന യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തകർത്തിരിക്കുന്നതിനാൽ പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. ഈ ഭയത്തിൻ്റെ കൂടിയ ഒരു അവസ്ഥയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. വെപ്രാളമുണ്ടാകുന്നു. പാനിക് ഡിസോർഡറും ഒരു ടൈപ്പ് ഓഫ് ഫിയർ ആണ്. എന്നാൽ അത് വളരെ ക്രോണിക്കായിട്ടുള്ള ഒരു ഭയമെന്ന് നമുക്ക് പറയുവാൻ കഴിയും. പാനിക് ഡിസോർഡർ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹൃദയ സ്പന്ദനം വർദ്ധിക്കും, പാൽപിറ്റേഷൻ ഉണ്ടാകും. വയറ്റിലോ ചെസ്റ്റിലോ ചിലപ്പോൾ നെഞ്ചിലോ ചിലപ്പോൾ വല്ലാത്ത സമ്മർദ്ദവും വല്ലാത്ത പിരിമുറുക്കവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തളരുന്നത് പോലെ തോന്നും, തല കറങ്ങുന്നത് പോലെ തോന്നും, വിയർക്കും പെട്ടെന്ന്. മാത്രവുമല്ല, ചിലപ്പോൾ കൈ തണുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശരീരം തണുക്കുന്നത് പോലെയോ തോന്നും, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് ചൂടാകുന്നത് പോലെ തോന്നും. വേറൊന്ന് മരവിപ്പാണ്, കൈ മരവിച്ചു പോകുന്നത് പോലെ, കാൽ മരവിച്ചു പോകുന്നത് പോലെ തോന്നും. വ്യത്യസ്തമാകുന്ന ഒത്തിരി അടയാളങ്ങൾ പാനിക് ഡിസോർഡർ വരുമ്പോൾ ഉണ്ടാകാറുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെപ്രാളമെന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. പാനിക് ഡിസോർഡറിന് വെപ്രാളം, മനുഷ്യന് വെപ്രാളം ഉണ്ടാകുന്നു. ആ വെപ്രാളം വരുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്, ചെസ്റ്റ് ഓർ സ്റ്റൊമക് പെയിൻ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, വീക്ക്നെസ് ഓർ ഡിസീനസ്, സ്വെറ്റിംഗ്, ഫീലിംഗ് ഹോട്ട് ഓർ കോൾഡ് ചിൽസ്, ടിംഗ്ലി ഓർ നം ഹാൻഡ്സ്, ഇതെല്ലാം പാനിക് ഡിസോർഡർ സംഭവിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അടയാളങ്ങളാകുന്നു. ഈ നിലയിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിന് നിങ്ങളെ സമ്പൂർണ്ണമായിട്ടും വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു നല്ല സന്ദേശമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വളർച്ചയുടെ ഘട്ടത്തിൽ നേരിട്ട വ്യത്യസ്ത ഭയങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭയമായിരുന്നു ഉയരങ്ങളോടുള്ള ഭയം. ഉയരങ്ങളോടുള്ള ഭയം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഭയമായി തീർന്നു. വാഹനയാത്ര ഭയമായി തീർന്നു. ദീർഘനാളുകൾ ഞാൻ നേരിട്ട ഒരു സംഘർഷമാണ്. ശുശ്രൂഷയിൽ വന്നതിന് ശേഷവും എന്നെ ഈ ഭയം വല്ലാതെ പിന്തുടർന്നു. എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്? ആ സമയത്തൊന്നും എനിക്ക് ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട, പ്രാണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞത്. അപ്പോൾ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നതാണ് ഇതിൽ നിന്ന് പൂർണ്ണമാകുന്ന വിടുതൽ ലഭിക്കുവാൻ കാര്യമായി നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ തുടങ്ങി. വചനം കൺഫസ് ചെയ്യുവാൻ തുടങ്ങി. ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം കൺഫസ് ചെയ്യുവാൻ തുടങ്ങി. അതിൽ അടങ്ങിയിരുന്ന ഉയരം
ഉയരത്തെക്കുറിച്ചുള്ള ഭയം, ആ ഉയരത്തെക്കുറിച്ചുള്ള ഭയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു അന്വേഷണവും നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും ചിന്തിക്കുവാൻ സാധ്യതയില്ലാത്ത, എൻ്റെ ഓർമ്മയിൽ വരുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അത് 4-ാമത്തെ വയസ്സിൽ സംഭവിച്ചതാണ്. എൻ്റെ കുടുംബ വീട്ടിൽ ഞാനായിരുന്ന സന്ദർഭത്തിൽ ഞാൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മമ്മി സ്കൂളിൽ പോയി, എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ വെല്ലുമ്മച്ചി വീട്ടിലുണ്ട്, വെല്ലുമ്മച്ചി അടുക്കളയിലുണ്ട്. അടുക്കളയ്ക്ക് പുറത്തുള്ള സ്ഥലത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്ലുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് പുറകോട്ടും പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കയറി ഈടിയുണ്ട്, ഉയരമുണ്ട്. ആ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് നമുക്ക് താഴോട്ട് നോക്കുവാൻ കഴിയും. ഞാനങ്ങനെ ആ ഈടിയുടെ മുകളിൽ ചെന്നിട്ട് സ്റ്റെപ്പ് കയറി ഈടിയുടെ മുകളിൽ കയറിയിട്ട്, പണ്ട് കാലത്തെ കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പുണ്ടല്ലോ, അത് ചവിട്ടി കയറി മുകളിൽ ചെന്നിട്ട് അവിടുന്ന് കല്ല് താഴേക്ക് പറക്കിയിടുന്നു. പിന്നെയും താഴെ വന്നിട്ട് കല്ല് പുറക്കി എടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും കല്ല് താഴേക്ക് പുറക്കിയിടുന്നു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഈടിയുടെ മുകളിൽ നിന്ന് ആ ഉയരത്തിൽ നിന്ന് ഞാൻ താഴേക്ക് വീഴുകയുണ്ടായി. താഴേക്ക് വീണ സന്ദർഭത്തിൽ ഞാൻ നിലവിളിച്ചു. എൻ്റെ വെല്ലുമ്മച്ചി ഓടി വന്ന് എടുക്കുന്ന ഭാഗം, ഇതൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് മടങ്ങി വരികയാണ്. 4 വയസ്സിലുള്ള സംഭവങ്ങൾ അങ്ങനെ ഒന്നും ഓർക്കാൻ, എനിക്ക് അധികം കാര്യങ്ങൾ ഓർക്കാൻ കഴിഞ്ഞിട്ടില്ല. വിടുതലുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യവും എന്നെ കർത്താവ് ഓർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ഒരു വിടുതലിൻ്റെ ഭാഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ ഇത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഓർമ്മിപ്പിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ സംഘർഷങ്ങൾക്കെല്ലാം ഒരു പ്രവേശനദ്വാരമുണ്ട്, ഒരു പ്രവേശനവാതിലുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 35-ാമത്തെ വയസ്സിലായിരിക്കും ഒരു പ്രത്യേക ഭയം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിലായിരിക്കും നിങ്ങളൊരു പ്രത്യേക ഭയത്തിൻ്റെ കുരുക്കിലായിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് എവിടെ നിന്ന് വന്നതാണ് എന്ന് അന്വേഷിച്ചു പോകുകയാണെങ്കിൽ, വിശേഷിച്ചും ഫോർമേറ്റീവ് ഇയേഴ്സിലായിരിക്കും. 0 മുതൽ 7 വയസ്സ് വരെയാണ് നമ്മുടെ സോൾ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. പ്രാണൻ്റെ രൂപഘടന നടക്കുന്ന സമയം 0 മുതൽ 7 വയസ്സ് വരെയാണ്. അവിടെ സംഭവിച്ച സംഭവങ്ങൾ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ, അത് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. ഇതേപോലെയുള്ള കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രവേശനവാതിലായി തീരുകയാണ്. ഞാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണത് എൻ്റെ ഉള്ളിൽ ഉയരത്തെക്കുറിച്ചുള്ള ഒരു ഭയത്തിന് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവേശനവാതിലായി തീർന്നു. അവിടെയാണ് എനിക്ക് ഉയരങ്ങളെ ഭയപ്പെടുവാൻ ഉള്ള ഒരു സംഘർഷം എൻ്റെ മനസ്സിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ 6 വയസ്സ് 7 വയസ്സൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ യാത്രകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉയരത്തെ ഞാൻ ഭയപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് തുടർമാനമായിട്ട് ഉയരം എനിക്ക് ഭയമായിരുന്നു എന്നത് ഞാൻ പിന്നീട് വിശകലനത്തിന് വിധേയമായപ്പോൾ എനിക്ക് മനസ്സിലായി. എവിടെയാണിത് തുടങ്ങിയത്? 4-ാം വയസ്സിൽ ആ ഉയരത്തിൽ നിന്നും വീണപ്പോഴാണ് ഈ ഉയരത്തെക്കുറിച്ചുള്ള ഭയം ഉള്ളിൽ പ്രവേശിച്ചത്. ഒരു ഭയം ഉള്ളിൽ പ്രവേശിച്ചാൽ പിന്നീട് പല ഭയങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. അതുതന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഉയരത്തെക്കുറിച്ചുള്ള ഭയമുണ്ട്, വിമാനത്തിൽ സഞ്ചരിക്കുവാനുള്ള ഭയമായി, പിന്നീട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാനുള്ള ഭയമായി. ഈ നിലയിൽ ജീവിതത്തിൻ്റെ ഗുണമേന്മ പോയി. വിമാനത്തിൽ ഒത്തിരി വിമാന യാത്ര ആവശ്യമാണ്. വിമാനത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാണെന്നുണ്ടെങ്കിൽ ആളുകളെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഉറങ്ങും. ഞാൻ ആ വിമാനത്തിൽ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഭയപ്പെട്ടിരിക്കുകയാണ്. ഭയം കൊണ്ട് വചനം കൺഫസ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ കഴിയുകയില്ല. ബസ് യാത്രയിൽ ഉറങ്ങാൻ കഴിയുകയില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ വിടുവിച്ചു. ഇതിന് സമയമെടുത്തു. ഇത് നിങ്ങൾ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് വചനം ഉപയോഗിച്ച് ഈ ഭയത്തെ നിങ്ങൾ പരാജയപ്പെടുത്തണം. അതിന് സമയമെടുക്കും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരൊറ്റ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുമെന്ന്. പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കണം. ചിലപ്പോൾ ചില നാളുകളെടുക്കും. എനിക്ക് നാളുകളെടുത്തു. ഇന്ന് ഞാൻ ഒരു വിമാനത്തിൽ കയറിയാൽ സുഖമായിട്ട് ഉറങ്ങും. ഏത് വാഹനത്തിൽ വേണമെങ്കിലും ഉറങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങുവാൻ കഴിയും. ഭയത്തിൻ്റെ ആ സ്വാധീനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. മറ്റൊരു മേഖല കൂടെ ഞാൻ പരാമർശിക്കുകയാണ്. ഭയവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പ്രത്യേക സമയത്ത് എനിക്ക് പാനിക് ഡിസോർഡർ ഉണ്ടായി, വെപ്രാളമുണ്ടായി.
അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. ഒരിക്കൽ എന്നെ ഒരു പാസ്റ്റർ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു, വലിയൊരു ഗുരുതരമാകുന്ന പ്രശ്നത്തിലായിരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താണ്? അദ്ദേഹത്തിന് അത് വിശദീകരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഭയമാണ്, റൂട്ട് ഭയമാണ്. ഭയത്തിൽ നിന്ന് അദ്ദേഹം പാനിക്കിലെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് പാനിക് ഡിസോർഡർ ആയിരുന്നു, വളരെ ഗുരുതരമാകുന്ന പാനിക് ഡിസോർഡർ ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ മേഖലയിൽ അദ്ദേഹത്തിൽ ആശ്വാസം ആരംഭിച്ചു തുടങ്ങി. പിന്നീട് കുറേ നാളുകൾ കൊണ്ടാണ് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പുറത്തു വന്നത്. ഇത് ഒരു സംഭവമാണ്. ഈ സംഭവത്തിന് ശേഷമായിട്ട് എൻ്റെ പിതാവിന് ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞപ്പോൾ പിതാവിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി, വേദനയൊക്കെ വന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. രാത്രികാലങ്ങളിലൊക്കെ കൂടെ ഫോണിൻ്റെ അരികിൽ വന്ന് ഡോക്ടറെ വിളിക്കുവാൻ വേണ്ടി, ഹോസ്പിറ്റലിൽ വിളിക്കുവാൻ വേണ്ടി ഒക്കെ ശ്രമം നടത്തും. അപ്പം ഞാൻ ശ്രദ്ധിച്ച് എന്തോ ഒരു ഭയം കൂടുതലായിട്ടുണ്ടല്ലോ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാനിക്കാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരികയുണ്ടായി. ആ പ്രത്യേക സാഹചര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുവാൻ വേണ്ടി ഒരു വെപ്രാളത്തിൻ്റെ ദുരാത്മാവ് തന്നെ ആ സമയത്ത് എൻ്റെ പിതാവിനെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാനും എൻ്റെ വൈഫ് ശിവയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കത് കാണിച്ചു തന്നു. അങ്ങനെ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പിതാവിന് ഒരു വലിയ ആശ്വാസവും വിടുതലും ഉണ്ടായി. അതിനെ അതിജീവിച്ചു. സാധാരണ നിലയിലേക്ക് എൻ്റെ പിതാവ് മടങ്ങി വരികയുണ്ടായി. പെട്ടെന്ന് തന്നെ, ഒത്തിരി സമയമൊന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല. കാരണം പിതാവിനൊരു അത്ഭുത സൗഖ്യമാണ് കർത്താവോട് കൊടുത്തത്. ആ പാനിക്കിൽ നിന്ന് കർത്താവ് ഉടനടി അങ്ങ് വിടുവിക്കുകയായിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നിത്യതയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ എനിക്ക് ഒരു ഭയങ്കര ദുഃഖമുണ്ടായി, ഒരു തീവ്ര ദുഃഖമുണ്ടായി. ആ തീവ്ര ദുഃഖമുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തീവ്ര ദുഃഖം മാത്രമല്ല, എന്നിൽ ഭയം സജീവമായിരിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് ഭയവുമല്ല, അതൊരു പാനിക്കായിട്ട് മാറിയിരിക്കുകയാണല്ലോ എന്നെനിക്ക് മനസ്സിലായി. ഒരു വലിയ സംഘർഷമായിരുന്നു. ആ പാനിക്കിലൂടെ ചില നാളുകൾ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് പിന്നീട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്കൊരു റേഡിയോ ഓൺലൈൻ ആപ്പുണ്ട്. ആപ്പിൽ ജീസസ് റൈൻസ് എന്നുള്ള ഒരു റേഡിയോ ആണ്, ഓൺലൈൻ റേഡിയോ ആണ്. ആ ഓൺലൈൻ റേഡിയോ അത് ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ പ്രസംഗം തന്നെയാണ്, തുടർച്ചയായിട്ട്. ആ സമയത്ത് എനിക്ക് ആസാമിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് പോകുന്നു, ദൈവം എന്നെ ഉപയോഗിക്കുന്നു. യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം എനിക്ക് പാനിക്കാണ്, ഭയങ്കര പാനിക്കിലാണ് ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കുന്നത്. തുടർച്ചയായിട്ട് ശുശ്രൂഷിക്കും. വീണ്ടും മുറിയിൽ വരുമ്പോൾ വല്ലാത്ത വെപ്രാളം ഉണ്ടാകും. അതിൽ തന്നെ മരണ ഭയമായിരുന്നു എന്നെ ഏറ്റവും അധികം ആക്രമിച്ചത്. ഞാൻ 24 hours എന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങി. ഉറങ്ങാതിരിക്കുന്ന എല്ലാ സമയത്തും വചനം, എൻ്റെ പ്രസംഗങ്ങൾ, പഴയ പ്രസംഗങ്ങൾ ആവർത്തിച്ച് കേൾക്കുവാൻ തുടങ്ങി. കർത്താവ് എന്നെ പ്രാർത്ഥനയിലും സഹായിച്ചു. രാത്രികാലങ്ങളിൽ ഇരുന്ന് ദീർഘമായി പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ആ പാനിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഭയത്തിലൂടെയോ, ഭയം കൂടി പാനിക്കിലൂടെയോ, വെപ്രാളത്തിലൂടെയോ കടന്നു പോവുകയാണ് എങ്കിൽ ഒരു ആത്മീക സൗഖ്യം കർത്താവാകുന്ന യേശു ക്രിസ്തുവിലൂടെയാണ് നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിക്കണം. വചനം ആവർത്തിച്ചു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. വചനം വായിക്കുക, വചനം കേട്ടുകൊണ്ടിരിക്കുക, മറ്റെല്ലാ ആക്ടിവിറ്റീസും മാറ്റിവെക്കുക. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി തരണമേ. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ സംഘർഷത്തെ സമ്പൂർണമായിട്ടും അതിജീവിക്കുവാൻ കഴിയും. ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. ഭയത്തിൽ നിന്നും, പാനിക് ഡിസോർഡറിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു വരിക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമാകുന്ന ഒരു പരിശുദ്ധാത്മ സ്പർശനം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വന്ന്
ഈ സമയത്ത് തന്നെ ഈ പ്രിയപ്പെട്ടവർ ഭയത്തിൽ നിന്ന്, അൺഹെൽത്തി ഫിയറിൽ നിന്ന് പുറത്തു വരട്ടെ. അൺഹെൽത്തി ഫിയറിൽ നിന്ന് പുറത്തു വരട്ടെ. ഈ നിമിഷത്തിൽ തന്നെ ഈ പ്രിയപ്പെട്ടവർ പാനിക് ഡിസോർഡറിൽ നിന്ന് പുറത്തു വരട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളോട് ഞാൻ കൽപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പുറത്തു പോക. ഈ നിമിഷത്തിൽ തന്നെ ഈ പ്രിയപ്പെട്ടവർ സ്വതന്ത്രരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യത്തെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. അത്ഭുത സൗഖ്യത്തെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ആർത്തറൈറ്റിസ് രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിന്റെ കാഴ്ച ശക്തി കുറയുന്നു, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വഴി അടഞ്ഞുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴികളെ തുറന്നു കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ ഈ ദിനങ്ങളിൽ തന്നെ അവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവരെ ഉദ്ധരിക്കണമേ. സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കട്ടെ, അത്ഭുത വഴികൾ തുറക്കട്ടെ. ഞങ്ങളുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ ശബ്ദം അവർ കേൾക്കണമേ. അവർ പ്രാർത്ഥനാ ജീവിതത്തിൽ സജീവമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.